ഹായ്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ എടുത്തു, അതിൽ ഓയിൽ വെച്ചിട്ട് നമ്മുടെ നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ല, അപ്പോൾ നമ്മൾ വെറും മുന്തിരിയും ഉള്ളിയും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഉള്ളി ഇട്ടു നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ ഉണ്ടാക്കിയിരുന്നത് അരി ഊറ്റിയിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അരി വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് സക്സസ് ആയി കേട്ടോ. മുന്നൊക്കെ ഞാൻ കുറേ തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ അന്നൊക്കെ ഫ്ലോപ്പായിരുന്നു. ഇപ്രാവശ്യം എന്താണെന്നാവോ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ് ഇട്ടു, മുന്തിരി ഇട്ടു, എന്നിട്ട് അത് വറുത്ത് കോരി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ഉള്ളി അരിഞ്ഞിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമുക്ക് പട്ട, കരാമ്പൂ, ഏലക്ക ഉള്ള ഗരം മസാലയുടെ ഏതെങ്കിലുമൊക്കെ മസാലക്കൂട്ടില്ല അതൊക്കെ ഇടുക കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് വേപ്പിൻ്റെ ഇലയും കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. സൗണ്ടിന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, പനിയായിരുന്നു അതിൻ്റെയാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരി നമ്മളവിടെ കഴുകിയിട്ട് വാർത്ത് വെക്കണം കേട്ടോ. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 3.5 ഗ്ലാസ് വെള്ളമാണ് എടുത്ത് വെക്കേണ്ടത് കേട്ടോ. അത് തിളപ്പിച്ച് വെക്കണം നമ്മൾ. അപ്പോൾ അരി കഴുകി വാർത്ത് വെച്ചതാണ്, അത് ഇതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം, തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം, 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കത് മൂടി വെക്കാം. അപ്പോൾ നമുക്കിത് തിളച്ച് വരുന്നത് നോക്കാം. അത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഈ വെള്ളം വറ്റുന്ന വരെ നമുക്കത് അടച്ച് വെക്കാം കേട്ടോ. ഒരു 3-4 മിനിറ്റൊക്കെ ഉള്ളിൽ അത് വറ്റി വരും. കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇടയ്ക്ക് നോക്കിക്കോ കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടാക്കണവരാണെങ്കിൽ ഇടയ്ക്ക് നോക്കിക്കോ, എങ്ങാനും അടി പിടിച്ചാലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയത് ആദ്യം ഉണ്ടാക്കില്ലേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യിട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് അത് മൂടി വെച്ചിട്ട് തുറന്ന് നോക്കിയിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് നമ്മുടെ കയ്യിലില്ല. ആ മുന്തിരിയും ഉള്ളിയൊക്കെ വറുത്തത് ഇടുക. എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിൽക്കും ബീഫ് കറിയിൽക്കും മട്ടനിൽക്കൊക്കെ സൂപ്പറായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ.